ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ OET വിത്ത് ടിൻസി. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റീഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഇടണം, എക്സ്പെഷ്യലി പാർട്ട് B ആൻഡ് C ആൻഡ് A എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പാർട്ട് B ആണ് പാർട്ട് ബിയുടെ ഒരു പാർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ പാർട്ട് B നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാർട്ട് B നമ്മൾ വായിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എപ്പോഴും ബ്ലാങ്ക് ആയിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ പാർട്ട് Bയെ സമീപിക്കാനായിട്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ചില വേർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡിൽ ആ ഒരു വേർഡ്സ് എത്തുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ അർത്ഥം എടുക്കാനായിട്ട് ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ ലൈക്ക് മേ, മസ്റ്റ്, ക്യാൻ, ഷാൽ, ഷുഡ്, ഓൾദോ, ഈവൻ ദോ, നൺദലെസ്, നെവർദലെസ്, ഇങ്ങനെയുള്ള ഒരുപാട് വേർഡുകളുണ്ട്. ഇങ്ങനെയുള്ള വേർഡ്സിന് അതിൻ്റെതായ രീതിയിൽ വേണം നമ്മൾ അർത്ഥം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ ചിലപ്പോൾ തെറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ പാസേജിലേക്ക് പോകാം. എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റിനെ ടാക്കിൾ ചെയ്യാന്നുള്ളത് നോക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ മാനുവൽ ഇൻഫോം അസ് ദാറ്റ് ദി ബ്ലഡ് പ്രഷർ മോണിറ്റർ. സോ ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? സോ നമുക്ക് നോക്കാം. മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇൻസ്ട്രക്ഷൻസ്, ഡു ആൻഡ് ഡു നോട്ട്സ്, അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊരു മാനുവൽ കിട്ടും, അല്ലേ? ആ മാനുവലിൻ്റെ അകത്ത് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നുണ്ടാവുക? അവർ പറയുക ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലേ? ഡു ആൻഡ് ഡു നോട്ട്സ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, അതിൻ്റെ പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ആ മാനുവലിനകത്ത് നമുക്ക് തന്നിട്ടുണ്ടാവുക, അല്ലേ? സോ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ മാനുവൽ എടുക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് ചെയ്യണം. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ പാരഗ്രാഫ് വായിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ചെല്ലുന്നത്. സോ നമുക്ക് പാരഗ്രാഫ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മുടെ പാരഗ്രാഫ് ഇവിടെ പറയുന്നത് ഇൻസ്ട്രക്ഷൻ മാനുവൽ, അതായത് ഡു ആൻഡ് ഡു നോട്ട്സ് ആണ് പറയുന്നത്. എന്തിനെ കുറിച്ചുള്ള ഡു ആൻഡ് ഡു നോട്ട്സ് ആണ് അവിടെ പറയുന്നത്? ഡിജിറ്റൽ ഓട്ടോമാറ്റിക് ബ്ലഡ് പ്രഷർ മോണിറ്റർ, അതിനെക്കുറിച്ചുള്ള ഡു ആൻഡ് ഡു നോട്ട്സ് ആണ് ആ മാനുവലിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സോ നമ്മുടെ സബ് ഹെഡിങ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് കോമ്പാക്റ്റബിലിറ്റി, ദാറ്റ് ഇസ് EMC എന്നവരവിടെ തന്നിട്ടുണ്ട്, അല്ലേ? സോ നമുക്ക് നമ്മുടെ പാരഗ്രാഫ് വായിക്കാം. വിത്ത് ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രോണിക് ഡിവൈസസ്, മെഡിക്കൽ എക്യുപ്മെന്റ് മേ ബി സസെപ്റ്റബിൾ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫിയറൻസ്. സോ നമ്മൾ എപ്പോഴും നമ്മൾ ഓരോ സെന്റൻസ് വായിക്കുമ്പോൾ കുത്തും കോമയും എല്ലാം നമ്മൾ സെമിക്കോളൻ എല്ലാം നമ്മൾ നിർത്തി വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മാത്രമാണ് നമുക്ക് കറക്റ്റ് ആൻസർ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് എന്താണ് പറയുന്നത്? വിത്ത് ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുമ്പോൾ പോർട്ടബിൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കെ അവർ പറയുവാണ് മെഡിക്കൽ എക്യുപ്മെന്റ് മേ ബി സസെപ്റ്റബിൾ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫിയറൻസ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്തിന് കാരണമായേക്കാം? ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫിയറൻസിന് കാരണമായേക്കാം. കാരണം നമുക്കിവിടെ മേ ബി എന്നാണ് തന്നിരിക്കുന്നത്. സാധ്യതയെ 50-50 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? എന്നിട്ട് പറയുവാണ് ദിസ് മേ റിസൾട്ട് ഇൻകറക്റ്റ് ഓപ്പറേഷൻ ഓഫ് ദി മെഡിക്കൽ ഡിവൈസ് ആൻഡ് ക്രിയേറ്റ് എ പൊട്ടൻഷ്യലി അൺസേഫ് സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഇതുവഴി എന്ത് സംഭവിക്കുന്നു? ദിസ് മേ റിസൾട്ട് ഇൻ ഇൻകറക്റ്റ് ഓപ്പറേഷൻ ഓഫ് ദി മെഡിക്കൽ ഡിവൈസസ്. ഇത് എന്താണ്? ഒരു ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനം, ആ ഡിവൈസ് കറക്റ്റായിട്ട് പ്രവർത്തിക്കാത്തതിന് കാരണമായേക്കാം. പിന്നെയോ പിന്നെ എന്ത് സംഭവിക്കുന്നു? അതുപോലെ തന്നെ ഒരു അൺസേഫ് സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്തേക്കാം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് in order to regulate the requirements for EMC. അതുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് കോമ്പാക്റ്റബിലിറ്റി റിക്വയർമെന്റ്സ് ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് പറയുന്നത്? ഒന്ന് ആ കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് വിത്ത് ദ എയിം ഓഫ് പ്രിവെന്റിംഗ് അൺസേഫ് പ്രൊഡക്റ്റ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ അൺസേഫ് പ്രൊഡക്റ്റ് സിറ്റുവേഷൻസിനെ പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് ദ EN 6060112 സ്റ്റാൻഡേർഡ് ഡിഫൈൻസ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിന്റെ നെയിമാണ് EN 6060112 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിജപ്പെടുത്തിയിട്ടുണ്ട്. ദ ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രോണിക് ഇന്റർഫിയറൻസ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ദ ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫിയറൻസ് ആസ് വെൽ ആസ് അതോടൊപ്പം മാക്സിമം ലെവൽ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് എമിഷൻസ് ഫോർ മെഡിക്കൽ ഡിവൈസ്. ഒരു മെഡിക്കൽ ഡിവൈസിന്റെ ഇലക്ട്രോണിക് മാഗ്നറ്റിക് എമിഷൻസിന്റെ മാക്സിമം ലെവൽ എത്രയാണെന്നുള്ള കാര്യവും അതോടൊപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഇമ്മ്യൂണിറ്റി ലെവൽ എത്രയാണെന്നുള്ള കാര്യവും ഈ സ്റ്റാൻഡേർഡിൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് സെന്റൻസ് നമുക്ക് നോക്കാം. ദിസ് മെഡിക്കൽ ഡിവൈസ് കൺഫോംസ് ടു EN 6060112 2001 for both immunity and emissions.
എന്നിട്ട് പറയുകയാണ് ഈ മെഡിക്കൽ ഡിവൈസ് ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നുമുണ്ട് അല്ലെ, കൺഫേംസ്, ഉറപ്പുവരുത്തുന്നുമുണ്ട്. എന്ത് കാര്യങ്ങളൊക്കെയാണ്? ബോത്ത് ഇമ്മ്യൂണിറ്റി ആൻഡ് എമിഷൻസ്, ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നതുമുണ്ട്. എന്നിട്ട് അവർ പറയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി, നെവർദലെസ് അല്ലെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി കെയർ ഷുഡ് ബി ടേക്കൺ ടു അവോയ്ഡ് ദ use of the monitor within 7 meters of cell phone or other devices generating strong electrical or electromagnetic fields. എന്നിട്ട് പറയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കെയർ എടുക്കണം. ഇത് ഒരു 7 മീറ്റർ, ഒരു 7 മീറ്ററിന്റെ ഉള്ളിൽ സെൽഫോൺസിന്റെ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്പെഷ്യൽ കെയർ എടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഇതിന്റെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കാം എന്നാണ് അവർ ഈ പാരഗ്രാഫിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. സോ നമ്മുടെ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത്, അതായത് ഇപ്പൊ ഇതിനകത്താണെങ്കിൽ ദ ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്ന് തന്നിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ അതിന്റെ ഓപ്ഷൻസ് കൂട്ടി വായിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആവും, ആൻസറും ക്ലിയർ ആവും. സോ ദ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് ലൈക്ലി ടു ഇന്റർഫിയർ വിത്ത് ദ ഓപ്പറേഷൻ ഓഫ് അതർ മെഡിക്കൽ എക്യുപ്മെന്റ്. അപ്പൊ ഇതിനകത്ത് ലൈക്ലി എന്ന് പറയുന്നുണ്ട്. ലൈക്ലി ഇൻ ദ സെൻസ് സാധ്യതയെ സൂചിപ്പിക്കാനാണ് ലൈക്ലി എന്ന് പറയുന്നത്. സോ ലൈക്ലി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് മേ ബി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട് ഷീസ് ലുക്ക് ലൈക്ക് ഹെർ മദർ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനർത്ഥം എന്താണ്? അവൾ അവളുടെ അമ്മയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ആ സാധ്യതയെ അത്രയേറെ കാണിക്കാനാണ് നമ്മൾ ലൈക്ലി എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേ ബി, ചിലപ്പോൾ കാരണമായേക്കാം എന്നാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു വേർഡ് കൊണ്ട് തന്നെ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് പറയുകയാണ് ലൈക്ലി എന്ന് പറയുമ്പോൾ മിക്കവാറും എന്നുള്ളൊരു അർത്ഥമാണ് നമുക്കത് കൺവേ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മേ നോട്ട് വർക്ക് കറക്റ്റ്ലി ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു സം അതർ ഡിവൈസസ്. സോ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ചിലപ്പോൾ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ഈ ഡിവൈസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു അർത്ഥമാണ് നമുക്കത് ആ ഓപ്ഷൻ കൺവേ ചെയ്യുന്നത്. സോ ക്ലോസ് പ്രോക്സിമിറ്റി ഇൻ ദ സെൻസ് വിത്തിൻ 7 meters എന്നുള്ള ഒരു പാരാഫ്രൈസിംഗ് ആണ് നമുക്ക് അവിടെ നമ്മുടെ പാരഗ്രാഫിൽ തന്നിരിക്കുന്നത് അല്ലെ. സോ നമുക്ക് ഈ ഓപ്ഷനെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നെക്സ്റ്റ് തേർഡ് ഓപ്ഷൻ നമ്മൾ പോവുകയാണ്. ഷുഡ് ബി കൺസിഡർഡ് സേഫ് ടു യൂസ് ഇൻ ഓൾ ഹോസ്പിറ്റൽ എൻവയറമെന്റ്. സോ ഷുഡ് ബി കൺസിഡേർഡ് സേഫ് ടു യൂസ് എന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഡീഷണൽ ആയിട്ട് ഒരു റോങ് ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അതെന്താണ്? ഓൾ ഹോസ്പിറ്റൽ എൻവയറമെന്റ്സ്. ഈ ഒരു കാര്യം നമ്മുടെ ഓപ്ഷനകത്ത് നമുക്ക് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലെ. സോ ഇങ്ങനെയാണ് നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമ്മൾ എപ്പോഴും വരുന്നതായിരിക്കും. നിങ്ങളുടെ റിക്വസ്റ്റുകൾ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ OET വിത്ത് ടിൻസി. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ OET.